ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിൽ തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന ടോപ്പിക്കിൽ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സാമിൽ ഈ ഒരു പാർട്ടിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. The Cobb-Douglas production function is one of the most widely used production functions in economics to represent the relationship between two or more inputs, typically capital and labor, and the output of a firm. It was formulated by Charles Cobb and Paul Douglas in 1927, but the form was originally suggested by Kenneth Wixon. This function is popular due to simplicity and flexibility, particularly in estimating returns to scale and factor productivity. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. രണ്ടോ അതിലധികമോ ഇൻപുട്ടുകൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാപിറ്റലും ലേബറുമാണ്. അതിൻ്റെ ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. 1927 ചാൾസ് കോബും പോൾ ഡഗ്ലസും ചേർന്നിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ ഫോർമുലേറ്റ് ചെയ്തത്. പക്ഷേ ഈ ഫോം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് നട്ട് വിൽസൺ ആണ്. സോ റിട്ടേൺ സ്കെയില്, ഫാക്ടർ പ്രൊഡക്ടിവിറ്റി എന്നിവയിലേക്കുള്ള ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാനാണ് ഈ ഒരു ഫംഗ്ഷൻ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടിട്ടാണ്? ഡ്യൂ ടു സിംപ്ലിസിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ മാത്തമാറ്റിക്കൽ ഫോം, രണ്ട് ഔട്ട്പുട്ടിൻ്റെ ജനറൽ ഫോർമുലയാണ് y ഈക്വൽ ടു a ഇൻറ്റു k റൈസ് ടു ആൽഫ ഇൻറ്റു l റൈസ് ടു 1 മൈനസ് ആൽഫ. ഇവിടെ y എന്നത് ഔട്ട്പുട്ടാണ്, k എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻപുട്ടാണ്, l എന്ന് പറയുന്നത് ലേബർ ഇൻപുട്ടാണ്, a എന്ന് പറയുന്നത് ടെക്നോളജി ലെവലിലെ ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റിയാണ്, ആൽഫ എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റിയാണ്. അത് 0ക്കും 1നും ഇടയിലുള്ള കോൺസ്റ്റൻ്റ് ആണ്. ആൽഫ ലെസ് ദാൻ 0 ആൻഡ് ഗ്രേറ്റർ ദാൻ 1. അടുത്തത് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ കീ പ്രോപ്പർട്ടീസ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇഫ് ദ സം ഓഫ് ദ എക്സ്പോണൻസ് ഓഫ് k ആൻഡ് l ഈക്വൽസ് 1, ദ കോബ് ഡഗ്ലസ് ഫംഗ്ഷൻ എക്സിബിറ്റ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ദിസ് മീൻസ് ദാറ്റ് ഇഫ് ബോത്ത് ഇൻപുട്സ് capital and labor increases by the same proportion, output will increase by that proportion. Mathematically, f of lambda k comma lambda l equal to lambda into f of k comma l. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റൻറ്റ് റിട്ടേൺസിൻ്റെ സ്കെയിലിൽ ആൽഫ പ്ലസ് 1 മൈനസ് ആൽഫ ഈക്വൽ ടു 1 ആയിരിക്കും. ആൽഫ എന്നത് കെയിൻ്റെ എക്സ്പോണൻ്റ് ആണ്, 1 മൈനസ് ആൽഫ എന്ന് പറയുന്നത് എല്ലിൻ്റെ എക്സ്പോണൻ്റ് ആണ്. സോ ഇതിൻ്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. അടുത്ത കീ പ്രോപ്പർട്ടിയാണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇഫ് ദ സം ഓഫ് ദ എക്സ്പോണൻ്റ് ആൽഫ പ്ലസ് 1 മൈനസ് ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ 1, the function shows increasing returns to scale, implying output increases more than proportionally to inputs. If the sum is less than 1, the function exhibits decreasing returns to scale, meaning output increases less than proportionally to inputs. ഇവിടെ ആൽഫ പ്ലസ് 1 മൈനസ് ആൽഫ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, 1ൽ കൂടുതലാണെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് ഇൻപുട്ടിന് പ്രൊപ്പോർഷണലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. കൂടാതെ ആൽഫ പ്ലസ് 1 മൈനസ് ആൽഫ ലെസ് ദാൻ 1 ആണെങ്കിൽ, അല്ലെങ്കിൽ 1ൽ കുറയുവാണെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ് കാണിക്കുന്നത്. ഔട്ട്പുട്ട് ഇൻപുട്ടിന് പ്രൊപ്പോർഷണലായിട്ട് ഡിക്രീസ് ചെയ്യുന്നു. അടുത്ത പ്രോപ്പർട്ടിയാണ് മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ഇൻപുട്ട്. രണ്ട് ടൈപ്പ് ഓഫ് ഇൻപുട്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഒന്ന് മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ക്യാപിറ്റലും രണ്ടാമത്തേത് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറും. Marginal product of capital, the additional output resulting from an increase in the capital input, keeping the labor constant. ഇവിടെ ലേബർ ഇൻപുട്ട് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ക്യാപിറ്റൽ ഇൻപുട്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അഡീഷണൽ ഇൻപുട്സ്, അതിനെയാണ് മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഇക്വേഷൻ വരുന്നത് y എന്ന് പറയുന്ന ഇക്വേഷൻ y ഈക്വൽ ടു a ഇൻറ്റു k റൈസ് ടു ആൽഫ ഇൻറ്റു l റൈസ് ടു 1 മൈനസ് ആൽഫ. ഈ ഒരു ഫംഗ്ഷനെ ഡിറൈവ് ചെയ്യാണ്. എങ്ങനെ? l എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് k വെച്ചിട്ട് നമ്മൾ ഈ ഫംഗ്ഷനെ ഡിറൈവ് ചെയ്യാണ്. ഈ ഇക്വേഷനെ ഡിറൈവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൽഫ ഇൻറ്റു
എ ഇൻറ്റു കെ റൈസ് ടു ആൽഫ മൈനസ് 1 ഇൻറ്റു എൽ ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് പറയുന്നൊരു ഇക്വേഷൻ കിട്ടുന്നത്. അടുത്ത പോയിന്റ്, മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ലേബർ. ദ അഡീഷണൽ ഔട്ട്പുട്ട് റിസൾട്ടിംഗ് ഫ്രം ആൻ ഇൻക്രീസ് ഇൻ ദ ലേബർ ഇൻപുട്ട് കീപ്പിംഗ് ക്യാപിറ്റൽ കോൺസ്റ്റൻറ്റ്. ഇവിടെയും നമ്മൾ ലേബർ ഫംഗ്ഷൻ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ ഇൻപുട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുമ്പോൾ ലേബർ ഇൻപുട്ടിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അഡീഷണൽ ഇൻപുട്ടിനെയാണ് മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. സോ ഇവിടെയും നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ലേബറിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നമ്മുടെ വൈ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷനെ കെ എന്ന് പറയുന്ന ടേം അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് എല്ല് വെച്ചിട്ട് നമ്മൾ ആ ഫംഗ്ഷനെ ഡിറൈവ് ചെയ്യാണ്. സോ അങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എം പി എൽ ഈക്വൽ ടു 1 മൈനസ് ആൽഫ ഇൻറ്റു എ ഇൻറ്റു കെ റൈസ് ടു ആൽഫ ഇൻറ്റു എൽ റൈസ് ടു 1 മൈനസ് ആൽഫ. അടുത്ത പോയിന്റാണ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ്. ബോത്ത് ക്യാപിറ്റൽ ആൻഡ് ലേബർ എക്സിബിറ്റ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് ആസ് എ ക്വാണ്ടിറ്റി ഓഫ് വൺ ഇൻപുട്ട് ഇൻക്രീസസ് ഹോൾഡിംഗ് ദ അതർ ഇൻപുട്ട് കോൺസ്റ്റൻറ്റ്. ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് ഇൻപുട്ട് ഡിക്രീസസ്. ക്യാപിറ്റലും ലേബറും ഡിക്രീസിങ് മാർജിനൽ റിട്ടേൺസ് ആണ് കാണിക്കുന്നത്. ഒരു ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മറ്റേ ഇൻപുട്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുകയാണെങ്കിൽ ആ ഇൻപുട്ടിൻ്റെ മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യുന്നു. സോ ഇവിടെ ക്യാപിറ്റലും ലേബറും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഇൻപുട്ടിൻ്റെ യൂസ് ചെയ്യുന്നതനുസരിച്ച് അത് സ്ലോ ഡൗൺ ചെയ്യുന്നു. ഇതിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സോ വൈ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷനെ സെക്കൻഡ് പാർഷ്യൽ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് ലെസ് ദാൻ 0 ആണ്. ഈവൻ കെ ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും ലേബർ ആണെങ്കിലും നമുക്ക് ലെസ് ദാൻ 0 ആണ് കിട്ടുന്നത്. അടുത്തത് ലോഗരിതമിക് ഫോം ഓഫ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ദ കോബ് ഡഗ്ലസ് ഫംഗ്ഷൻ ഈസ് ലീനിയർ ഇൻ ലോഗരിതമിക് which makes it easier to estimate using regression technique taking the natural logarithm of both sides. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒരു ലീനിയർ ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്. സോ ഇതിൻ്റെ ഡബിൾ സൈഡിലും നമ്മൾ വൈ ഈക്വൽ ടു എ ഇൻറ്റു കെ റൈസ് ടു ആൽഫ ഇൻറ്റു എൽ റൈസ് ടു 1 മൈനസ് ആൽഫ ഈ ഒരു ഫംഗ്ഷനെ ലോഗരിതമിക് നാച്ചുറൽ ലോഗരിതം എടുക്കുകയാണ്. ഡബിൾ സൈഡിലും നാച്ചുറൽ ലോഗരിതം എടുക്കുകയാണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലോഗ് വൈ ഈക്വൽ ടു ലോഗ് എ പ്ലസ് ആൽഫ ഇൻറ്റു ലോഗ് കെ പ്ലസ് 1 മൈനസ് ആൽഫ ഇൻറ്റു ലോഗ്. This form is useful for empirical analysis where alpha represent the elasticity of output with represent to capital and 1 minus alpha represent the elasticity of output with represent to labor. ഇവിടെ ആൽഫ എന്നത് ക്യാപിറ്റൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇലാസ്റ്റിസിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ്. കൂടാതെ 1 മൈനസ് ആൽഫ എന്നത് ലേബറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇലാസ്റ്റിസിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ്. അടുത്ത പോയിന്റാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻ ദ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ലേബർ ഈസ് ഈക്വൽ ടു 1, meaning the inputs can be substituted at a constant rate. This makes the Cobb Douglas function is a special case of more general production function such as CES function. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ക്യാപിറ്റലിനും ലേബറിനും ഇടയിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് ഇൻപുട്സിന് ഒരു കോൺസ്റ്റൻ്റ് റേറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ഈ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഇതിൽ കുറച്ച് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് കൂടെ വരുന്നുണ്ട്. അത് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനിയും കുറച്ചും കൂടെ പ്രൊഡക്ഷൻ ഫങ്ഷൻസ് വരുന്നുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്